ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഷീ ഡാഷ് ടു ലണ്ടൻ മെനി ടൈംസ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഹാസ് ഗോൺ, വെന്റ്, ഹാസ് ബീൻ, ഹാഡ് ബീൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വി ഹാവ് ബീൻ ഡാഷ് ഓസ്ട്രേലിയ ഫോർ 5 years. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ടു, ഇൻ, ബോത്ത്, നൗ. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യനുകൾ പലരും എന്നോട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് PSCക്ക്. അപ്പം അത് സംശയം ഉന്നയിച്ചുകൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനൊരു വിശദീകരണമാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത്, ഈ രണ്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ, അത് ബിയുടെ രൂപങ്ങളായ ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ എന്നീ ഫോംസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം ഇത് ചിലപ്പോഴൊക്കെ PSC ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നോക്കുക, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഹാസ് ബീനും, ഹാവ് ബീനും, ഹാഡ് ബീനും ഇത് ബിയുടെ രൂപങ്ങളാണ്. ബിയുടെ പ്രസന്റ് പെർഫെക്റ്റ് രൂപം ആണ് ഹാസ് ബീനും, ഹാവ് ബീനും. ബിയുടെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോം ആണ് ഹാഡ് ബീൻ. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഹാസ് ബീനും, ഹാവ് ബീനും, അതായത് ബിയുടെ പ്രസന്റ് പെർഫെക്റ്റ് ഫോമുകളായ ഹാസ് ബീനും, ഹാവ് ബീനും ഇവയുടെ അർത്ഥം എന്ന് പറയുന്നത് എന്തിന്റെ അർത്ഥം തന്നെയാണ്? ഈസ്, ആം, ആർ എന്നിവയുടെ അർത്ഥം തന്നെയാണ് ഹാസ് ബീനും, ഹാവ് ബീനും ഉള്ളത്. അതായത് ഹാസ് ബീന്റെയും ഹാവ് ബീന്റെയും ഈസിന്റെയും ആമിന്റെയും ആറിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. എന്താണ്? ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ്. അതായത് ഹീ ഈസ് എ ടീച്ചർ എന്ന് പറഞ്ഞാലും ഹി ഹാസ് ബീൻ എ ടീച്ചർ എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ്. ഹീ ഈസ് എ ടീച്ചർ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അദ്ദേഹം അധ്യാപകനാണ്. അതുപോലെ തന്നെയാണ് ഹി ഹാസ് ബീൻ എ ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അദ്ദേഹം അധ്യാപകനാണ്. എന്നാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം ഹി ഡാഷ് ടീച്ചർ ഫോർ ലാസ്റ്റ് 10 years എന്ന് നമുക്ക് തരുന്നു. ഓക്കെ, ഇനി അടുത്തത് ഹി ഡാഷ് എ ടീച്ചർ. ഇനി രണ്ട് ക്വസ്റ്റ്യൻ വരിക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ എങ്ങനെയാണ്? ഹി ഡാഷ് എ ടീച്ചർ ഫോർ ലാസ്റ്റ് 10 years. എന്നിട്ട് ഓപ്ഷൻസ് നമുക്ക് ഈസ്, ആം, ആർ, ഹാസ് ബീൻ, ഹാവ് ബീൻ എന്നൊക്കെ ഓപ്ഷൻസ് തരും. ഇതേ ഓപ്ഷൻസ് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏത്? ഹി ഡാഷ് എ ടീച്ചർ. എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം? ഈ സെന്റൻസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് സെന്റൻസ് നമുക്ക് നോക്കുമ്പോൾ എന്താണ്? ഒരു ഡ്യൂറേഷനെ സൂചിപ്പിക്കുന്നുണ്ട്. എന്താ? ഫോർ ലാസ്റ്റ് 10 years. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് അവൻ അധ്യാപകനാണെന്നാണ് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ സെന്റൻസിൽ എന്താ പറയുന്നത്? അദ്ദേഹം അധ്യാപകനാണ്. അവിടെ രണ്ടിടത്തും ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നുള്ള സംഭവമാണ് വരേണ്ടത്. ഇത് ഈ അർത്ഥമാണ് എന്തിനൊക്കെ ഉള്ളത്? ഈസിനും, ആമിനും, ആറിനും, അതുപോലെ തന്നെ ഹാസ് ബീനും, ഹാവ് ബീനും. ഇനി നമ്മൾ എവിടെ നമ്മൾ ഇവിടെ ഹി ആയതുകൊണ്ട് നമുക്ക് ഹാസ് ബീൻ എഴുതാൻ പറ്റുള്ളൂ. കാരണം ഹി സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഹാസ് ബീൻ ആണ് വരേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ഏത് ഭാഗത്താണ് നമ്മൾ ഹാസ് ബീൻ ഉപയോഗിക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു കാലയളവ് പറയുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം മുതൽ, കഴിഞ്ഞ കാലത്തിലെ ഏതെങ്കിലും ഒരു സമയം മുതൽ ഇപ്പോഴും എന്ന രീതി വരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഹാസ് ബീൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ ഹാസ് ബീൻ ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം എന്താ? അവിടെ ഒരു കാലയളവ് പറയുന്നുണ്ട്. എന്താണ്? ലാസ്റ്റ് 10 years എന്ന്, ഫോർ ലാസ്റ്റ് 10 years എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ ഈസ് ഉപയോഗിച്ചാൽ തെറ്റിപ്പോകും. ഇങ്ങനെ പറഞ്ഞാൽ തെറ്റാ. എങ്ങനെ? ഹീസ് എ ടീച്ചർ ഫോർ ലാസ്റ്റ് 10 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ അവിടെ ഈസ് അല്ല മക്കൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ എന്താ? ഹാസ് ബീൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, വ്യക്തമായല്ലോ. അപ്പോൾ ഇതിനുള്ള ഒരു ഡ്യൂറേഷൻ തരുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. ഹി ഡാഷ് എ ടീച്ചർ സിൻസ് 1982 എന്ന് പറയാം. അപ്പോൾ അവിടെ സിൻസ് 1982 എന്ന് പറയുമ്പോൾ ആ 1982 എന്ന് പറയുന്ന സമയം എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ കാലത്തിലെ ഒരു സമയമാണ്, കഴിഞ്ഞ കാലത്തിലെ ഒരു വർഷമാണ്. അപ്പം അന്ന് മുതൽ ഇപ്പോഴും അധ്യാപകനാണെന്ന് പറയണം നമുക്ക്. അങ്ങനെ പറയുമ്പോഴും നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? ഹാസ് ബീൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഒരു കാലയളവ് അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിലെ ഒരു നിശ്ചിത സമയം മുതൽ ഇങ്ങോട്ട് എന്ന തരത്തിൽ നമുക്ക് ആകുന്നു എന്ന അർത്ഥം വരണമെങ്കിൽ നമ്മളിവിടെ ഹാസ് ബീനോ ഹാവ് ബീനോ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഹാസ് ബീൻ ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഇവിടെ ഹി വന്നതുകൊണ്ടാണ്. എന്നാൽ ഐ വരികയാണെങ്കിലോ ഐ ഹാവ് ബീൻ എ ടീച്ചർ
ഫോർ ലാസ്റ്റ് 10 years നമുക്ക് പറയാം. ഇനി അങ്ങനെ പറയുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈസ് ഉപയോഗിക്കാം. ഓക്കെ, ഇതേ രീതിയിലാണ് നമ്മൾ ഹാഡ് ബീനും ഉപയോഗിക്കേണ്ടത്. ഹാഡ് ബീന്റെ അർത്ഥവും എന്തിന്റെ അർത്ഥം തന്നെയാണ്? വാസിന്റെയും വേറിന്റെ അതേ അർത്ഥം തന്നെയാണ് എന്തിനുള്ളത്? ഹാഡ് ബീൻ. വാസിന്റെയും വേറിന്റെ അർത്ഥം എന്താണ്? ആയിരുന്നു എന്നാണ്. ഹാഡ് ബീനും അതേ അർത്ഥമാണിത്, ആയിരുന്നു എന്നാണ്. ഇവിടെയും വ്യത്യാസമുണ്ട്. എങ്ങനെ? ഏതെങ്കിലും ഒരു കാലയളവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം മുതൽ ഇന്ന സമയം വരെ. ഇപ്പൊ കഴിഞ്ഞ കാലമാകുമ്പോൾ അത് രണ്ടും കഴിഞ്ഞതായിരിക്കും. അപ്പോൾ 2 പോയിന്റ് ഓഫ് ടൈമും കഴിഞ്ഞതായിരിക്കും. ഉദാഹരണത്തിന് ഹി ഡാഷ് എ ടീച്ചർ ഫ്രം 1982 to 1992 എന്ന് വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? 1982 എന്ന് പറയുന്നതും 1992 എന്ന് പറയുന്നതാണ് കഴിഞ്ഞ കാലത്തിലെ വർഷങ്ങളാണ്. എന്നാൽ 1982 തുടങ്ങി അതെവിടെ അവസാനിക്കുന്നു? 1992 അവസാനിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മളോട് എന്ത് ഉപയോഗിക്കാവും? ഹാഡ് ബീനെ ഉപയോഗിക്കാവും. ആയിരുന്നു എന്നർത്ഥം. അതായത് 1982 മുതൽ 1992 വരെ അദ്ദേഹം എന്തായിരുന്നു? അധ്യാപകനായിരുന്നു എന്ന് നമുക്ക് പറയാം. ഇനി ഏതെങ്കിലും കാലയളവ് പറഞ്ഞാലും നമുക്കവിടെ ഹാഡ് ബീൻ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഹി ഹാഡ് ബീൻ എ ടീച്ചർ ഫോർ 5 years എന്ന് പറയുമ്പോൾ 5 വർഷക്കാലം അദ്ദേഹം അധ്യാപകനായിരുന്നു. ഇപ്പോൾ അധ്യാപകനല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ വാസും വേറെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം? ഇങ്ങനെ കാലയളവോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പീരീഡ് എടുത്ത് പറയുന്നില്ല എങ്കിലോ നമുക്കവിടെ വാസും വേറും ഉപയോഗിക്കാം. ഉദാഹരണം ഹി വാസ് എ ടീച്ചർ, അവൻ അധ്യാപകനായിരുന്നു. ഓക്കെ, ഇവ തമ്മിലുള്ള വ്യത്യാസം. അതായത് ഈസും ആമും ആറും ഹാബീനും ഹാസ്ബീനും ഒരേ അർത്ഥമാണ്. ഇവയെ വ്യത്യസ്തമാക്കുന്നത് കാലയളവ്, പ്രത്യേക കാലയളവ് എടുത്ത് പറയുന്നു എങ്കിൽ അവിടെ നമുക്ക് ഹാസ്ബീനോ ഹാബീനോ ഉപയോഗിക്കാം. അങ്ങനെ പറയുന്നില്ലെങ്കിൽ നമുക്കവിടെ ഈസോ ആമോ ആറോ ഉപയോഗിക്കാം. ഇതേ തന്നെയാണ് ഹാഡ് ബീനും വാസും വേർ. ഏതെങ്കിലും ഒരു കാലയളവ് എടുത്ത് പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് ഹാഡ് ബീൻ ഉപയോഗിക്കാം. എന്നാൽ അങ്ങനെ പറയുന്നില്ല എങ്കിൽ നമുക്ക് ആയിരുന്നു എന്ന അർത്ഥത്തിൽ വാസും വേർ ഉപയോഗിക്കാം. ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഈ ഹാസ്ബീനും ഹാബീനും ഹാഡ്ബീനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ നമ്മുടെ ചോദ്യം ഇതൊന്നുമല്ല, ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. PSC പരീക്ഷയ്ക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ചോദ്യം ഇപ്പം നമ്മൾ പറഞ്ഞ പോലുള്ള സംഭവങ്ങളൊന്നും വരത്തില്ല. അത് വളരെ എലമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വേറൊരു രീതിയിലാണ്. അപ്പൊ അതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ പറയുന്ന ഹാസ്ബീനും ഹാബീനും നമുക്ക് അത് ആദ്യം എടുത്ത് പറയാം. ഹാസ്ബീനും ഹാബീനും ഹാബീന്റെ നമ്മൾ അർത്ഥം എന്താണ് പറഞ്ഞത്? ഈസിന്റെ ആമിന്റെ ആറിന്റെ അതേ അർത്ഥം എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഈ ഹാസ്ബീനും ഹാബീനും വേറെ 2 അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഏതൊക്കെ അർത്ഥമാണ്? ഒന്ന് വിസിറ്റ് എന്നൊരർത്ഥത്തിൽ, സന്ദർശിക്കുക എന്നൊരർത്ഥത്തിൽ നമുക്ക് ഹാസ്ബീനും ഹാബീനും അതുപോലെ ഹാഡ്ബീനും ഉപയോഗിക്കാം. ഹാസ്ബീനും ഹാബീനും ഹാഡ്ബീനും നമുക്ക് ഏതൊക്കെ അർത്ഥങ്ങളിൽ ഉപയോഗിക്കാം? ഒന്ന് വിസിറ്റ്, സന്ദർശിച്ചു എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സന്ദർശിക്കുക എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ താമസിച്ചിരുന്നു എന്ന അർത്ഥത്തിൽ, എന്ന് വെച്ചാൽ ലീവ്, LIVE ലീവ്, അതേ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? ഉദാഹരണത്തിന് അല്ലേ, ഇപ്പൊ ഇവിടെ തന്നെ നമ്മുടെ ഈ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ഷീ ഡാഷ് ടു ലണ്ടൻ മെനി ടൈംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ? ഹാസ് ബീൻ എഴുതാൻ പറ്റത്തുള്ളൂ. ഹാസ് ബീൻ, ഇവിടെ ഹാസ് ബീൻ ആണ് ആൻസർ. അങ്ങനെ ഇവിടെ ഹാസ് ബീൻ വരുമ്പോൾ ഇവിടുത്തെ അർത്ഥം എന്തുമായിരിക്കും? വിസിറ്റ് എന്ന അതേ അർത്ഥമാണ്, സന്ദർശിക്കുക എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഈ ഹാസ് ബീന് ശേഷം ടു വന്നു കഴിഞ്ഞാൽ, ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ, ഹാസ് ബീനോ അല്ലെങ്കിൽ ഹാവ് ബീനോ അല്ലെങ്കിൽ ഹാഡ് ബീനോ ശേഷം ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ പറയുന്ന ഹാസ് ബീന്റെയോ അല്ലെങ്കിൽ ഹാഡ് ബീന്റെയോ ഹാബീന്റെയോ അർത്ഥം ഏത് അർത്ഥവുമായി ബന്ധപ്പെട്ടതായിരിക്കും? വിസിറ്റ് എന്നൊരു അർത്ഥത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും. ഇവിടെ ഹാസ് ബീൻ ആയതുകൊണ്ട് അതെന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ അർത്ഥം എന്തായിരിക്കും? ഷീ ഹാസ് ബീൻ ടു ലണ്ടൻ മെനി ടൈംസ്. ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അവൾ അനേകം പ്രാവശ്യം ലണ്ടനിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പോയിട്ടുണ്ട് എന്നൊരർത്ഥമാണ് വരുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ ഹാഡ് ബീൻ വന്നിരുന്നെങ്കിലോ അത് കഴിഞ്ഞ കാലമായി മാറും. ഹാഡ് ബീൻ ടു ലണ്ടൻ മെനി ടൈംസ് ആകുമ്പോൾ അവൾ ഈ പറയുന്ന ലണ്ടനിൽ അനേക പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വരും. അപ്പൊ നമുക്ക് അർത്ഥം കിട്ടി. ഇങ്ങനെ ഹാസ് ബീനും ഹാബീനും കഴിഞ്ഞ് ടു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഹാസ് ബീൻ ഓർ ഹാബീൻ പ്ലസ് ടു എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അർത്ഥം എന്തായിരിക്കും? സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഹാഡ് ബീൻ ടു വരുമ്പോഴോ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു, വിദൂര ഭൂതകാലത്തിൽ നടന്ന കാര്യമാണ്.
അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹാഡ് ബീൻ ടു ഉപയോഗിക്കുന്നു. അപ്പൊ PSC പരീക്ഷയ്ക്ക് ഈ തരത്തിലായിരിക്കും ചോദിക്കുക, ഷീ ഡാഷ് ടു ലണ്ടൻ മെനി ടൈംസ്. ഇവിടെ നമുക്ക് ഏതാ ആൻസറായി വരിക? ഹാസ് ബീൻ ആണ് വരിക. ഓക്കെ, ഹാസ് ബീൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഹാഡ് ബീനും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഹാഡ് ബീനും ആൻസറായി വരാം. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, ഈ പറയുന്ന പോലെ ഇത് സിമ്പിൾ സെന്റൻസിൽ ഒരു പ്രത്യേക ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്ന ടൈമിംഗ് വേർഡിനെ സൂചിപ്പിക്കുന്ന വാക്കുകളില്ല എങ്കിൽ പിന്നെ നമ്മൾ പ്രസന്റ് ടെൻസിലുള്ളതിനെ പരിഗണിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നതായിരിക്കും ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഷീ ഹാസ് ബീൻ ടു ലണ്ടൻ മെനി ടൈംസ് എന്നാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി നമ്മൾ പറഞ്ഞല്ലോ ലീവ്, LIVE ലീവ് എന്നൊരർത്ഥം വരുമെന്ന്. അത് വരുന്നത് എപ്പോഴായിരിക്കും? ഈ പറയുന്ന ഹാസ് ബീനും ഹാഡ് ബീനും ശേഷം ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഹാസ് ബീനും ഹാഡ് ബീനും ശേഷം ഇൻ എന്നൊരു പ്രിപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുക? താമസിക്കുക എന്നൊരർത്ഥത്തിൽ. എന്നുവെച്ചാൽ അവിടെ സ്റ്റേ ചെയ്തു, അവിടെ കുറെ കാലം ഞങ്ങൾ താമസിച്ചു എന്ന അർത്ഥം വരാൻ വേണ്ടിയാണ് അവിടെ ഹാസ് ബീന്റെ ഹാഡ് ബീന് ശേഷം ഇൻ വരുമ്പോഴുള്ള അർത്ഥം. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വി ഹാവ് ബീൻ ഡാഷ് ഓസ്ട്രേലിയ ഫോർ 5 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ ടു ഉണ്ട്, ഈ പറയുന്ന പോലെ ഇന്നുമുണ്ട്. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? 4-5 years എന്ന ഒരു സംഭവം ഉണ്ട്. 4-5 years എന്ന് പറയുമ്പോൾ അവിടെ എന്താ? 5 വർഷക്കാലം. നമ്മൾ ഒരിക്കലും ഇങ്ങനെ പറയത്തില്ല, ഞങ്ങൾ 5 വർഷക്കാലം ഈ പറയുന്ന ഓസ്ട്രേലിയയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയത്തില്ല. ഇല്ല, ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ആ പ്രാവശ്യം വിസിറ്റ് അങ്ങ് തീർന്നു. പിന്നെ നമുക്ക് ഒന്നുകൂടെ പോകണമെങ്കിൽ വീണ്ടും പോകണം. ഓക്കെ, അത് 5 വർഷക്കാലം നമ്മൾ ഈ പറയുന്ന ഓസ്ട്രേലിയയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നേക്കാൾ ഉപരി അവിടെ അപ്രോപ്രിയേറ്റ് ആവുക എന്തായിരിക്കും? 5 വർഷക്കാലം ഞങ്ങളവിടെ താമസിച്ചിരുന്നു എന്നർത്ഥം, ജീവിച്ചിരുന്നു, സ്റ്റേ ചെയ്തിരുന്നു എന്നർത്ഥത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏത് പ്രൊപ്പോസിഷനെ വരാവൂ? ഇവിടെ ഏത് ആൻസർ വരാവൂ? ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനെ വരാവൂ, ഇൻ. അങ്ങനെ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? വി ഹാവ് ബീൻ ഇൻ ഓസ്ട്രേലിയ ഫോർ 5 years എന്നാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഹാവ് ബീൻ്റെ അർത്ഥം എന്തുവാ? സ്റ്റേ അല്ലെങ്കിൽ ലീവ്, താമസിച്ചിരുന്നു അല്ലെങ്കിൽ ജീവിച്ചിരുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഹാവ് ബീൻ ഇൻ വരുമ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഹാസ് ബീൻ ടു, ഹാവ് ബീൻ ടു, ഹാഡ് ബീൻ ടു എന്നൊക്കെ വരുമ്പോൾ അവിടെ എന്തായിരിക്കും? സന്ദർശിക്കുക എന്നൊരു അർത്ഥമായിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് മിക്കപ്പോഴും PSC ചോദിക്കുക. ഇവിടെ ഈ 2 ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ കണ്ടെത്തി. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കിയ കാര്യം ഹാസ് ബീനും ഹാഡ് ബീനും വരുമ്പോൾ അവിടെ എങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളായിരിക്കും വരിക എന്നുള്ളതാണ്. ഹാസ് ബീനും ഹാവ് ബീനും എന്തിന്റെ അർത്ഥമാണോ ഉള്ളത്? ഈസിന്റെ, ആമിന്റെ, ആറിന്റെ അർത്ഥമാണ് ഉള്ളത്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു കാലയളവിനെ എടുത്തു പറയുന്നുവെങ്കിൽ അവിടെ നമ്മൾ ഹാസ് ബീനോ ഹാവ് ബീനോ ഉപയോഗിക്കണം. എന്നാൽ അങ്ങനെ പറയുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ ഈസോ, ആമോ, ആറോ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹാഡ് ബീന്റെയും വാസിന്റെയും വേറിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. എന്നാൽ ഒരു കാലയളവ് എടുത്തു പറയുന്നുവെങ്കിൽ അവിടെ നമ്മൾ ഹാഡ് ബീൻ ഉപയോഗിക്കും. എന്നാൽ അങ്ങനെ എടുത്തു പറയുന്നില്ല എങ്കിൽ ആയിരുന്നു എന്ന അർത്ഥത്തിൽ നമുക്ക് വാസോ വേറോ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഇതെന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള അർത്ഥമാണ്. എന്നാൽ ഇതിന് അപ്പുറം 2 അർത്ഥങ്ങളുണ്ട്. അതേതൊക്കെയാണ്? ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നൊരർത്ഥവും അതുപോലെ തന്നെ സ്റ്റേ ചെയ്യുക, ലീവ് ചെയ്യുക അല്ലെങ്കിൽ താമസിക്കുക എന്നൊരർത്ഥവും ഉണ്ട്. അതെങ്ങനെയാണ് അർത്ഥം വരിക? ഈ പറയുന്ന ഹാസ് ബീന്റെയും ഹാഡ് ബീന്റെയും ശേഷം ടു എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ വന്നാൽ അത് വിസിറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് വരിക, സന്ദർശിക്കുക എന്നൊരർത്ഥമാണ് വരിക. എന്നാൽ ഹാസ് ബീന്റെയും ഹാഡ് ബീന്റെയും ശേഷം ഇൻ വരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ജീവിച്ചിരുന്നു അല്ലെങ്കിൽ താമസിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള പുതിയ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട്